ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 61ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എൻ്റെ സൗണ്ട് മാറിയിരിക്കണ്ട, ചെറിയൊരു ജലദോഷാട്ടാ. സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്നൊരു പാട്ടേ ഉള്ളൂ കേട്ടാ. ഇത് ഒരു 30 മിനിറ്റിൻ്റെ പാർട്ടായിട്ട് തരാവേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ദത്തൻ്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. വീടെത്തുന്നവരെ ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. വീടെത്തിയതും ദത്തൻ നേരെ റൂമിലേക്ക് പോയി. മോളെ, പാപ്പയുടെ വിളി കേട്ട് വർണ്ണ തിരിഞ്ഞു നോക്കി. എന്താ പപ്പേ? മോളും ദേവനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? അത് കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയില്ലായിരുന്നു അവൾക്ക്. ഇല്ല പപ്പേ, എന്തേ? ഏയ് ഒന്നുമില്ല, രണ്ടുപേരും മൂഡ് ഓഫായിരിക്കുന്ന പോലെ തോന്നി, അതാ ചോദിച്ചേ. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പാപ്പ റൂമിലേക്ക് പോയി. വർണ്ണ തൻ്റെ റൂമിലേക്ക് നടന്നു. അവൾ റൂമിലേക്ക് വരുമ്പോൾ ദത്ത റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു മുണ്ട് മാത്രമാണ് വേഷം. അത് കണ്ട് കുളിക്കാൻ പോവാണെന്ന് അവൾക്ക് മനസ്സിലായി. വർണ്ണ ഒന്നും മിണ്ടാതെ ബെഡിൽ വന്നിരുന്നു. പോയി കുളിക്ക്, ദത്തൻ അവളെ നോക്കാതെ പറഞ്ഞു. ദത്തൻ്റെ ആ മാറ്റം വർണ്ണയ്ക്ക് വല്ലാതെ സങ്കടം വന്നിരുന്നു. അവൾ ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. സങ്കടം സഹിക്കാനാവാതെ അവൾ ചുമരി ചാരിയെന്ന് കരഞ്ഞു. ദത്തൻ്റെ അകൽച്ച അവളെ അത്രയും വേദനിപ്പിച്ചിരുന്നു. തൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം ദത്തന് കുളിക്കാൻ എന്നുള്ളത് കൊണ്ട് അവൾ വേഗം ഡ്രസ്സുകൾ ഹാങ്ങറിലിട്ട് ധാവണിയുടെ പിന്നഴിച്ച് ഷാൾ ഊരി മാറ്റി ബക്കറ്റിലെ വെള്ളത്തിലിട്ടു. ശേഷം മുടിയെല്ലാം ഒരുമിച്ച് മുകളിലേക്ക് കെട്ടിവെച്ച് ബാത്റൂമിൻ്റെ വാതിലിൽ ദത്തൻ നോക്ക് ചെയ്തു. ഡോറ് തുറക്ക്. ദത്ത, ഞാൻ കുളിക്കുക. ബാത്റൂമിനുള്ളിൽ നീ കുളിക്കുകയല്ലാതെ തപസ് ചെയ്യല്ലാന്ന് എനിക്കും അറിയാം. വാതിൽ തുറക്കടി. ദത്തൻ്റെ ശബ്ദം ഉയർന്നു. അവൾ ഡോറ് കുറച്ച് തുറന്നു. തല മാത്രം പുറത്തേക്ക് ഇട്ടു. തല മാത്രം പുറത്തേക്ക് ഇട്ട് നോക്കാൻ നീ എന്താ ആമയാ? അവളുടെ നിൽപ്പ് കണ്ട് ദത്തൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുളിക്കുകയെന്ന്. ടവലില്ലാതെയാണോ നീ കുളിക്കണേ? ദത്തൻ കയ്യിലെ ടവൽ നീട്ടി ഗൗരവത്തിൽ ചോദിച്ചു. ഓ, ഞാൻ എടുക്കാൻ മറന്നു. അവൾ കൈ നീട്ടി ടവൽ വാങ്ങാൻ നിന്നു. ദത്തൻ വാതിൽ മുഴുവനായി തുറന്നകത്തേക്ക് കയറി. നീ എന്താ ദത്തേ കാണിക്കണേ? വർണ്ണ 2 അടി പിന്നിലേക്ക് നീങ്ങി. എന്ത് കാണിക്കാൻ? ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നു. ഓരോ അടി മുന്നോട്ട് വയ്ക്കും തോറും അവൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. വർണ്ണ അത്ഭുതത്തോടെ നോക്കി. എന്താടാ കുഞ്ഞിങ്ങനെ നോക്കണേ? അവൻ അവളെ നോക്കി ചോദിച്ചു. ദത്ത. അവൾ വിതുമ്പിക്കൊണ്ട് ദത്തനെ കെട്ടിപ്പിടിച്ചു. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ദത്തൻ പിന്നിലേക്ക് ആഞ്ഞു പോയിരുന്നു. അവൻ ചുമരിലേക്ക് ചാരിന്ന് ബാലൻസ് ചെയ്തു. എന്തിനാ ദത്ത എന്നോട് പിണങ്ങി? എന്തെന്നെ നോക്കാതിരുന്നേ? എന്തിനോടൊന്നും മിണ്ടാതെ പോയേ? അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. അപ്പം ഞാൻ പിണങ്ങിയതും മിണ്ടാതെ നടന്നതിനാണോ നിനക്ക് സങ്കടം? ഞാൻ വഴക്ക് പറഞ്ഞതിനും തല്ലാൻ നിന്നതിനും ദേഷ്യപ്പെട്ടതിനും നിനക്ക് ഒരു പരാതിയും സങ്കടവും ഇല്ലേ? ദത്തൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നോട് വേണമെങ്കിൽ ദേഷ്യപ്പെട്ടോ, അടിച്ചോ, വഴക്ക് പറഞ്ഞോ, പക്ഷെ എന്നോട് പിണങ്ങി നടക്കല്ലേ, നോക്കാതിരിക്കല്ലേ ദത്ത. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അവൾക്ക് സങ്കടം കൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. എനിക്കും അങ്ങനെയല്ലടാ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ കുഞ്ഞെ. നീ മാത്രം മതി എനിക്ക്. നീ എന്നോട് കള്ളം പറയാമെന്ന് തോന്നിയപ്പോൾ വല്ലാതെ ദൂഷ്യം തോന്നി. അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. നിൻ്റെ ദത്തനല്ലേ, ക്ഷമിച്ചേക്കടി. ദത്തൻ അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ ഒരേപോലെ നിറഞ്ഞിരുന്നു. എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ദേവുട്ടി, അവൻ വർണ്ണയുടെ കാതിൽ ആർദ്രമായി വിളിച്ചു. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ പുറത്തിലൂടെ ഒഴുകിയിറങ്ങി അണിവയറി വന്നു. വേണ്ട ദത്ത, അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ട് വർണ്ണ പറഞ്ഞു. ദത്തൻ അവൻ്റെ പദവി കള്ളച്ചിരി അവളെ ഒന്ന് തിരിച്ച് ചുമരിലേക്ക് ചേർത്തു. നമുക്കൊരുമിച്ച് കുളിച്ചാലോ? ദത്തൻ അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുരസി ചോദിച്ചതും വർണ്ണ ഒന്ന് പിടഞ്ഞു പോയി. വേണ്ട. വേണം.
അവൻ കൈ എത്തിച്ച് ഷവർ ഓൺ ചെയ്തു. അവൾ ഇരു സൈഡിലായി ചുമരിലേക്ക് കൈ ചേർത്ത് അവൻ നിന്നു. ഷവറിലെ വെള്ളം വർണ്ണയുടെ തലയിലൂടെ മുടിയിഴകളെ തഴുകി മുഖത്തിലൂടെ ഒഴുകിയിറങ്ങുന്നത് ദത്തൻ കൗതുകത്തോടെ നോക്കി നിന്നു. വർണ്ണയേക്കാൾ നല്ല ഹൈറ്റ് ദത്തനുള്ളതിനാൽ അവനൊന്ന് മുന്നിലേക്ക് ആഞ്ഞ് ഷവറിന് താഴെയായി തൻ്റെ തല കാണിച്ചു. ഇപ്പോൾ ദത്തൻ്റെ തലയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളം മാത്രമേ വർണ്ണയുടെ മേലേക്ക് ഒഴുകുന്നുള്ളൂ. അവൻ്റെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ വർണ്ണ ഒരു കൈ കൊണ്ട് സൈഡിലേക്ക് ഒതുക്കി വെച്ചു. ശേഷം ഒന്ന് ഉയർന്ന് അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകളെ തൊട്ടില്ല എന്ന രീതിയിൽ വർണ്ണയുടെ മുഖം വന്നു നിന്നു. എങ്കിലും പെട്ടെന്ന് അവൾ അകന്നു മാറി. എനിക്ക് നിന്നോട് തോന്നുന്ന ഫീലിങ്സ് എന്താണെങ്കിലും ഞാൻ അതേ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. അത് പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും വാത്സല്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാവണം നീയും. നിൻ്റെ ഫീലിങ്സ് അതുപോലെ തന്നെ എന്നോട് കാണിക്കണം. ഞാൻ എന്ത് കരുതുമെന്ന് വിചാരിച്ച് നീ ചിന്തിക്കരുത്. ഞാൻ എന്താണ് നിനക്കും നീ എന്താണെന്ന് എനിക്കും അറിയാം. സോ കിസ് മീ. ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. വർണ്ണ അവൻ്റെ കാലിന് മുകളിൽ കയറിയെന്ന് ഒന്ന് ഉയർന്ന് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകളെ മാറി മാറി ചുംബിച്ചു. നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു. ദത്തൻ കൈ എത്തിച്ച് ഷവർ ഓഫ് ചെയ്തു. വർണ്ണയെ ഉയർത്തിയെടുത്ത് തൻ്റെ മേലേക്കായി ഇരുത്തി. അവളുടെ ഇരു കാലുകളും തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ ബ്ലൗസിൻ്റെ കൈ അല്പം സൈഡിലേക്ക് നീക്കി മറുകിലായി പതിയെ കടിച്ചു. വർണ്ണ ഒന്ന് ഞെങ്ങിക്കൊണ്ട് അവൻ്റെ പുറത്ത് നഖങ്ങൾ ആഴ്ത്തി. ദത്തൻ എന്തോ ഓർത്ത പോലെ അവളെ താഴേക്ക് ഇറക്കി നിർത്തി. ഇനി ഇങ്ങനെ നിന്ന ദത്തൻ്റെ കൺട്രോൾ മൊത്തം പോകും. എൻ്റെ കുട്ടി വേഗം കുളിച്ചിറങ്ങട്ടാ. ദത്തൻ അവളുടെ നെറുകയിലൊന്ന് അമർത്തി മുത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വർണ്ണ ചുമരിലേക്ക് ചാരി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ശേഷം വാതിലടച്ച് വേഗം കുളിച്ചു. ഒരു ടീഷർട്ടും സ്കേർട്ടുമായിരുന്നു അവളുടെ വേഷം. വേഗത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാല് വഴുതി നടു പിടിച്ച് അതാ കിടക്കണം താഴെ. അയ്യോ! ശബ്ദം കേട്ട് ദത്തൻ നോക്കിയതും താഴെ അതാ കിടക്കണു. വർണ്ണ, നീ എന്താ ഇവിടെ കിടക്കണേ? ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു. ഞാൻ കാല് തന്നെ വീണതാടോ മനുഷ്യ. മിഴിച്ച് നിൽക്കാതെ ഒന്ന് വന്ന് പിടിച്ചെണീപ്പിക്കേ. അയ്യോ എൻ്റെ നടു. നിനക്ക് ഇത് തന്നെയാണ് എപ്പോഴും പണി. കുറച്ച് കാലമായിട്ട് ഈ നടു ഇടിച്ചുള്ള വീഴ്ച ഒന്ന് നിന്നായിരുന്നു. ഇപ്പം അതാ വീണ്ടും തുടങ്ങിയ. ദത്തൻ അവളെ എടുത്ത് ബെഡിലേക്ക് ഇരുത്തി. ഞാൻ വീണതിന് കാരണം നീ തന്നെയാ. ഞാനാ? നീ കണ്ണും മൂക്കും ഇല്ലാതെ സ്വപ്നം കണ്ട് വന്നിട്ട് ഇപ്പം കുറ്റം എനിക്കായോ? അതെ, നീ തന്നെ കുറ്റക്കാരൻ. ഭാര്യമാരായ വീഴാൻ പോയി എന്നൊക്കെ വരും. അപ്പം പറന്നു വന്ന് രക്ഷിക്കേണ്ട ഭർത്താക്കന്മാരെ കടമയാ. നീ സീരിയലൊക്കെ കണ്ടിട്ടില്ലേ? നായിക കാല് തന്നെ വീഴാൻ പോകുമ്പോഴേക്കും എത്ര ദൂരത്താണെങ്കിലും നായകൻ വന്ന് താങ്ങി പിടിച്ചിരിക്കും. പിന്നെ കാറ്റായി, കണ്ണുമായി, റൊമാൻസായി. ഇതാ ഞാൻ നിന്നോട് പറയണേ, ഇടയ്ക്കെങ്കിലും സമയം കിട്ടുമ്പോൾ സീരിയൽ കാണാൻ. പിന്നെ നീ വീഴാൻ പോകുമ്പോഴേക്കും പറന്നു വന്ന് രക്ഷിക്കും ഞാൻ ആരാ? ഡിങ്കനാ? അവളുടെ ഒരു സീരിയലും. വീണ് കിടന്നപ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ദത്തൻ പിറുപിറുത്തുകൊണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. ദത്തൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു. വെറുതെ ഇരുന്ന് കളിച്ച് സമയം കളയുന്ന നേരം ബുക്ക് എടുത്ത് കുറച്ചു നേരം പഠിച്ചുകൂടെ കുഞ്ഞ് നിനക്ക്? അയ്യോ ദത്ത, വയ്യേ, വല്ലാത്ത ക്ഷീണം. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. പറഞ്ഞ ഫോൺ ഓഫ് ചെയ്ത് തളരുന്ന പോലെ കാണിച്ച് ബെഡിലേക്ക് കിടന്നു. മദ്യം അഭിനയിച്ചത്. എണീക്ക് പോയി ഫുഡ് കഴിക്കാം. എന്താ തന്നെ അവളെ ബെഡിൽ നിന്ന് എണീപ്പിച്ച് താഴേക്ക് നടന്നു. ശീലും ഭദ്ര എവിടെ ചെറിയമ്മേ? ഡൈനിങ് ടേബിളിൽ അവരെ കാണാത്തോണ്ട് പറഞ്ഞ ചോദിച്ചു. അവർ പഠിക്കുക, റൂമിലുണ്ടാവും. മോളൊന്ന് പോയി വിളിച്ചിട്ട് പോയോ? ശരി, ഞാൻ ദേ പോയി ദാ വന്നു. അവൾ അവരുടെ റൂമിലേക്ക് ഓടി. ഞാനും പറഞ്ഞേ നാളെ കഴിഞ്ഞ് മറ്റന്നാ തൃശ്ശൂർക്ക് തിരിച്ചു പോവും. അത് കേട്ട് ഡൈനിങ് ടേബിൾ പെട്ടെന്ന് നിശബ്ദമായി. എന്താ പെട്ടെന്ന് തിരികെ പോവാൻ? മുത്തശ്ശി ചോദിച്ചു. അവളുടെ ക്ലാസ് തുടങ്ങി അവിടേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അതിനു മുമ്പ് അവിടെ ഓഫീസിലെ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. അതിന് ഞാൻ തന്നെ നേരിട്ട് പോവണം. അതിന് എന്താ പറഞ്ഞ ഇവിടെ കൂടെ വരുന്നേ? ദേവേണ്ണ മാത്രം പോയാൽ പോരെ?
പാർവതി അത് ചോദിച്ചതും ദത്തൻ അവളെ രൂക്ഷമായിട്ട് നോക്കി. അവളെ ഇവിടെ നിർത്തി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. 5 ദിവസത്തെ കാര്യമുള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും, ദത്തൻ പറഞ്ഞു. എന്നാ പറഞ്ഞ മോളെ ഇവിടെ നിർത്തി കൂടെ ദേവാ? ക്ലാസ് തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ, ചെറിയമ്മ പറഞ്ഞു. അവൾ കൂടെയില്ലാതെ എനിക്കും പറ്റില്ല ചെറിയമ്മ, അതാ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്. പിന്നീട് ആരും അതിനെക്കുറിച്ച് പറയാനോ ചോദിക്കാനോ നിന്നില്ല. അപ്പോഴേക്കും ഭദ്രയും ശീലവും വർണ്ണയും വന്നിരുന്നു. ഇതേക്കുറിച്ച് അവരൊന്നും അറിയാത്തതിനാൽ അവർ 3 പേരും പതിവ് പോലെ കളിച്ചിരിച്ച് തന്നെയാണ് ഭക്ഷണമെല്ലാം കഴിച്ചത്. എടി, കിരൺ കല്യാണി ഉമ്മ വെച്ചൂടെ? ഞാനത് കണ്ടങ്ങില്ലാണ്ടായി പോയി. അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശരിക്കും കാണാനും പറ്റിയില്ല. കോൺഫറൻസ് കോൾ ചെയ്യുകയായിരുന്നു വർണ്ണയും വേണിയും അനുവും. വർണ്ണയുടെയും കൂടെ ഭദ്രയും ശീലവും ഉണ്ട്. അനു പറയുന്നത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് ഭദ്രയും ശീലവും. പേടിക്കണ്ട, അവള് സീരിയൽ കഥയാ പറയണേ, ശീലുവിൻ്റെയും ഭദ്രയുടെയും മുഖഭാഗം കണ്ട് വർണ്ണ പറഞ്ഞു. ഇക്കണക്കിന് പോയി അവരുടെ ഫസ്റ്റ് നൈറ്റൊക്കെ ഞാൻ എങ്ങനെ കാണും? മിക്കവാറും ഹോട്ട്സ്റ്റാറിൽ കയറി കാണേണ്ടി വരുന്ന തോന്നണേ. അനു, ഒന്ന് നിർത്തോ നിന്റെ സീരിയൽ പുരാണം? നമ്മുടെ മലയാളം സീരിയലല്ലേ, വലിയ റൊമാൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒരു ഹഗ്, ഒരു കിസ്, പിന്നെ ലൈറ്റ് ഓഫ് ആക്കും. അതിനൊക്കെ ഹിന്ദി സീരിയലും കൊറിയൻ ഡ്രാമകളൊക്കെ കാണണം, രോമാഞ്ചക പുളകാകും. അമ്പോ സൂപ്പർ. അതിലൊക്കെ ലവ് മേക്കിങ്, അതൊക്കെയാണ് റൊമാൻസ്. ഓ ഗോഡ്, ലവ് മേക്കിങ് അതെന്താ? വേണി പറയുന്ന കേട്ട് പറഞ്ഞേ അനു ശീലവും ഒരേ സ്ഥലത്ത് ചോദിച്ചു. ഓ സോറി ബേബീസ്, എൻ്റെ പട്ടാളം പുരുഷോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, ബാക്കി ചേച്ചി പിന്നെ പറയാം കേട്ടോ. വേണി അത് പറയലും കോള് കട്ടാക്കി പോലും കഴിഞ്ഞിരുന്നു. വേണിയാണ് കോൺഫറൻസ് കോൾ ചെയ്തിരുന്നത്, അതുകൊണ്ട് അനുവിൻ്റെ കോളും കട്ടായിരുന്നു. എന്നാലും എന്താ ഈ ലവ് മേക്കിങ്? വർണ്ണ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു. ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം, മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, അപ്പം ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രണയം ഉണ്ടാക്കുക, ഭദ്ര പറഞ്ഞു. ഇനി ടിൻഡർ, അരികെ, ഹൃദയം പോലുള്ള ഡേറ്റിംഗ് ആപ്പ് എന്തെങ്കിലും ആയിരിക്കുമോ? ശീലു ചോദിച്ചു. ഈ ആപ്പുകളെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം, ശീലു വിത്ത് ഒരു ലോഡ് പുച്ഛം. ശരി ശരി, നാളെ വേണിയോട് തന്നെ ചോദിക്കാം. ഇപ്പം ഞാൻ പോവാട്ടോ, സമയം ഒരുപാടായി, അത് പറഞ്ഞ് വർണ്ണ റൂമിന് പുറത്തേക്ക് പോയി. വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ ലാപ്പിൽ എന്തോ നോക്കുമായിരുന്നു. അവൾ ഡോർ ലോക്ക് ചെയ്തു. ദത്താ? അവൾ ഡോറിനരികിലേക്ക് ഓടി വന്ന് ദത്തൻ്റെ മടിയിലേക്ക് കയറി. എന്താ കുഞ്ഞൊന്ന് പതിയേ? അവൻ ലാപ്ടോപ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അവളെ മടിയിലേക്ക് ശരിക്കും കയറ്റിയിരുത്തി. എവിടെയായിരുന്നു എൻ്റെ കുട്ടി? ശീലുവിൻ്റെയും ഭദ്രയും കൂടെ ഉണ്ടായിരുന്നു ദത്താ. എനിക്ക് നിന്നോട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ ദത്താ? അവൻ വർണ്ണയെ തനിക്ക് നേരെ തിരിച്ചെത്തി. മറ്റന്നാൾ നമ്മളിവിടെ നിന്ന് നാട്ടിലേക്ക് പോവും. ആണോ ദത്താ? നമ്മുടെ വീടും പുഴയും ചെടിയും മനുവും വേണിയും കോകില ചേച്ചിയും എല്ലാവരും ഒരുപാട് മിസ് ചെയ്തു ദത്താ. അവൾ സന്തോഷത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ തല ഉയർത്തി. നമ്മൾ പോയാൽ അപ്പം ഇവിടെയുള്ളവർക്ക് മിസ് ചെയ്യില്ല? എനിക്കിവിടെ നല്ല ഇഷ്ടമാണ് ദത്താ, നമുക്ക് എപ്പോൾ പോവണ്ട. അത് പറ്റില്ല, ഓഫീസിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് പോയേ പറ്റൂ. 5 ദിവസത്തെ കാര്യമുള്ളോ? എന്നാൽ നീ പോയിട്ട് വാ, ഞാൻ അവിടെ നിൽക്കാം. അത് വേണ്ട, ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീയും കൂടെ വരും. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി എനിക്ക് കൊണ്ടുവയ്യ. എൻ്റെ കുട്ടി കൂടെ ഇല്ലാണ്ട് ദത്തിന് പറ്റുമോ? ശരി, ഞാൻ വരാം, പക്ഷേ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എപ്പോഴും. അങ്ങനെയാണെങ്കിലേ ഞാൻ കൂടെ വരുള്ളൂ. അത് ഞാൻ കൂടെ ഉണ്ടാവും. അവനെങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. അല്ലെങ്കിൽ അവൾ കൂടെ വരില്ല എന്ന് ദത്തനും അറിയായിരുന്നു. നമ്മൾ പോയാൽ ഇവർക്കൊക്കെ സങ്കടാവില്ലേ? ചെറിയമ്മ നിന്നെ ഇവിടെ നിർത്താനൊക്കെ പറഞ്ഞതാ. പിന്നെ ഭദ്രയുടെ ശീലയോട് നാളെ രാത്രി പറഞ്ഞാൽ മതി. നാളെ അവൾക്ക് എക്സാം അല്ലേ. നിൻ്റെ വർക്ക് കഴിഞ്ഞതാ? എൻ്റെ കുട്ടി കിടന്നോ? കുറച്ച് കൂടെ വർക്കുണ്ട് എനിക്ക്. ദത്തൻ എഴുന്നേറ്റ് ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്നിരുന്നു. ബെഡ് റെസ്റ്റിലേക്ക് ചാരി ലാപ്ടോപ്പ് മടിയിലേക്ക് വെച്ച് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് അവൻ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് ടേബിളിന് മുകളിലായി വെച്ച് വർണ്ണയുടെ അരികിൽ വന്ന് കിടന്നു.
അവൾ അപ്പോഴേക്കും നല്ല ഉറക്കം പിടിച്ചിരുന്നു. ദാത്തൻ അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കള്ളം പറഞ്ഞതിന് സോറിടാ. നിന്നെ നിൻ്റെ അമ്മയുടെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ പോവും. എൻ്റെ കുട്ടീനെ കാണാതെ ഞാൻ എങ്ങനെ 5 ദിവസം തള്ളി നിൽക്കാമെന്ന് എനിക്കറിയില്ലടാ. വർണ്ണയുടെ നെറുകയിൽ ഉമ്മ വെച്ച് ദത്തൻ പറഞ്ഞു. അവൻ്റെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ദത്തൻ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ദത്തൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ് വർണ്ണ കുളിച്ച് താഴേക്ക് വന്നു. അവൾ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ പാർത്തി പത്രം നോക്കി ഹാളിൽ ഇരിപ്പുണ്ട്. അവനെ കണ്ടതും വർണ്ണയുടെ മുഖത്തൊരു കുബുദ്ധി ചിരി വന്നു. അവൾ നേരെ വന്ന് പാർത്തിയുടെ അടുത്തിരുന്നു. ഗുഡ് മോർണിംഗ്. അവൻ പത്രത്തിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. മോർണിംഗ് പാർത്തിയേട്ടാ. ദേവൻ ഓഫീസിൽ പോയോ? ആ പോയി. ഏട്ടൻ ഇന്ന് പോകുന്നില്ലേ? പോവണം, 10 മണി കഴിഞ്ഞാൽ പോയാൽ മതി. ആണോ? അവൾ പാർത്തി കാണാതെ തൻ്റെ ഫോണിൽ നിന്ന് ആമയുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ ചെയ്തു. നിങ്ങൾ രണ്ടുപേരെയും സെറ്റാക്കാതെ ഈ വർണ്ണയ്ക്ക് ഇനി വിശ്രമമില്ല. ആമ ചേച്ചി വഴി പാർത്തിയേട്ടനെ വളയ്ക്കാമെന്നാണ് കരുതിയത്. പക്ഷെ പാർത്തിയേട്ടൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പോലും അതിനൊരു കുലുക്കമില്ല. ഇനി എൻ്റെ പ്രതീക്ഷ പാർത്തിയേട്ടനിലാണ്. എൻ്റെ ദൈവങ്ങളെ മിന്നിച്ചേക്കണേ. അവൾ ഫോൺ പാർത്തിയുടെ അരികിൽ വെച്ച് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. വർണ്ണ അടുക്കളയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു. പാർത്തി ഫോൺ കയ്യിലെടുത്തു. വർണ്ണ, ദാ ഫോൺ. വർണ്ണയെ പിന്നിൽ നിന്ന് വിളിച്ച് പാർത്തി പറഞ്ഞു. ആ കോൾ അറ്റൻഡ് ചെയ്യേട്ടാ. ആരാന്ന് ചോദിക്കേ. അത് കേട്ട് പാർത്തി കോൾ അറ്റൻഡ് ചെയ്തു. ശേഷം എഴുന്നേറ്റ് ചെന്ന് വർണ്ണയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അവൻ വീണ്ടും വന്നിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ അങ്ങനെ ആരായി? എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? വർണ്ണ ആത്മഗതിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചു. എന്താ പറഞ്ഞ മോളെ വിളിച്ചേ? ആമി ചേച്ചി ചോദിച്ചു. ഞാനോ? ഏയ് ഇല്ലല്ലോ. ഉണ്ട്, ഇതിലൊരു മിസ് കോൾ ഉണ്ടല്ലോ. ആണോ? അത് ചിലപ്പോൾ എൻ്റെ കൈ തട്ടിപ്പോയത് വന്നായിരിക്കും. ആണോ? നാളെ നിങ്ങൾ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നേ? ഞങ്ങൾ വരുന്ന കാര്യം ചേച്ചി എങ്ങനെ അറിഞ്ഞേ? ദേത്തേണ്ണ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. അമ്മ എന്നോട് പറഞ്ഞേ. ആ, ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ ഇറങ്ങും ചേച്ചി. അമ്മായി എവിടെ? അമ്മായി രാവിലെ പണിക്ക് പോയി. എനിക്ക് എക്സാമാണ്. ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിയാ. ഭദ്രൻ ശീലം എന്തിയേ? അവർക്ക് ഇന്ന് എന്തോ എക്സാമുണ്ട്. അവർ റൂമിലാ. അപ്പം വർണ്ണയ്ക്ക് മനസ്സിലൊരു കുരുട്ട് ബുദ്ധി തെളിഞ്ഞു. അവള് പഠിക്കുക ചേച്ചി, ഞാൻ നോക്കട്ടെ. അതുവരെ ചേച്ചി എൻ്റെ ഏട്ടനോട് സംസാരിക്കട്ടാ. പാർത്തിയേട്ടാ, ഇത് പിടിച്ചേ. വർണ്ണ വേഗം ഫോൺ പാർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഭദ്രയുടെ ശീലുവിൻ്റെ റൂമിലേക്ക് ഓടി. പക്ഷേ ഓടിയില്ല. ഓടുന്ന പോലെ കാണിച്ച ഒരു ഭാഗത്ത് മാറി നിന്നു. പാർത്തി കയ്യിലുള്ള ഫോണിലേക്കും വർണ്ണ പോകുന്നു നോക്കി. ശേഷം പത്രം വായിക്കാൻ തുടങ്ങി. അയ്യേ, ഇവരൊക്കെ എന്തെങ്ങനെ പരിചയപ്പെടാൻ ഇത്രയും നല്ല ചാൻസ് കിട്ടിയിട്ട് കുന്തം പോലെ ഇരിക്കണ കണ്ടില്ലേ? ഞാൻ ഫോട്ടോ പോലും പരസ്പരം കാണിച്ചു കൊടുത്തല്ലേ. ചെറിയൊരു സ്പാർക്കെങ്കിലും തോന്നണ്ടേ. അവൾ പീറുപുറത്തുകൊണ്ട് ഭദ്രയുടെ റൂമിലേക്ക് ഓടി. ഏട്ടാ, ആമി നീട്ടി വിളിച്ചു. പറഞ്ഞമോള് പോയാ? ഇത്ര നേരം വാതിലിൻ്റെ സൈഡിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം റൂമിലേക്ക് പോയി. അവൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഏട്ടാ? അതിനുള്ള സാധ്യത കുറവാ. നമ്മൾ രണ്ടുപേരെയും സെറ്റാക്കാൻ അവളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. പാർട്ടി ചിരിയോടെ പറഞ്ഞു. ഏട്ട സ്റ്റേഷനിൽ പോകുന്നില്ലേ? പോവണം. കോളേജ് എത്തിയോ നീ? എക്സാം നന്നായി എഴുതണം, കേട്ടല്ലോ? നന്നായി എഴുതാം. ഏട്ടാ, ഇനി എന്നാ വരിക? ഇനി ഒരാഴ്ച ആ ഭാഗത്തേക്ക് തന്നെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദേവനും പറഞ്ഞ അവിടേക്ക് വരികയാണല്ലോ. ഇനി എന്നെ എങ്ങാനും അവിടെ വെച്ച് കണ്ടാൽ പിന്നെ അതും മതി ഒരു സംശയത്തിന്. അപ്പം എന്താ മോൻ്റെ ഉദ്ദേശം? ആരും അറിയാതെ ഇങ്ങനെ കൊണ്ടു നടക്കാനാണോ? പിന്നല്ലാതെ, ആരും അറിയണ്ട. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ലിവിങ് ടുഗദർ ആവാം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ നമുക്ക് പിരിയാം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എടാ നാറി, നിന്നെ ഞാൻ ഉണ്ടല്ലോ ഏട്ടാന്ന് വിളിച്ച നാവും കണ്ട് എന്നെ മാറ്റി വിളിപ്പിക്കേണ്ട. നീ രാവിലെ മുത്തേ പൊന്നെ കരളേന്നൊക്കെ പറഞ്ഞ് ഫോൺ ഞാൻ എടുക്കില്ലടാ മാക്രി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ പൊന്നെ. ഏട്ടൻ ഭാവിയെ ദേഷ്യം പിടിപ്പിക്കാൻ വെറുതെ പറഞ്ഞല്ലേ. അങ്ങനെയായ നിങ്ങൾക്ക് കൊള്ളാം. മികെ, പറഞ്ഞ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശരി ഏട്ടാ, രാത്രി വിളിക്കില്ലേ?
വിളിക്കാം. ഇപ്പം എൻ്റെ മിക്കക്കുട്ടി പോയി നന്നായി എക്സാം എഴുതട്ടോ കേട്ടാ. പാർത്തി ഫോൺ താഴെ വെച്ച് വീണ്ടും പത്രം വായിക്കാൻ തുടങ്ങി. വർണ്ണയ്ക്ക് മുമ്പേ ഭദ്ര വന്ന് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. വർണ്ണയാണെങ്കിൽ ന്യൂസ് പഠിക്കാൻ വേണ്ടി പാർത്തിയുടെ അരികിലിരുന്നു. ഏട്ടനാ അമ്മ ചേച്ചിയോടൊന്നും സംസാരിച്ചില്ലേ? ഇല്ല. അതെന്താ സംസാരിക്കാഞ്ഞേ? എനിക്ക് ആ കുട്ടിയെ പരിചയമില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് സംസാരിക്കാനാ? എന്നാൽ ഞാൻ റൂമിലേക്ക് പോട്ടെ, ഓഫീസിൽ പോവാൻ റെഡി ആവണം. പാർത്തി പത്രം മടക്കി വെച്ച് റൂമിലേക്ക് പോയി. വർണ്ണ എന്തോ പോയ അണ്ണാനെ പോലെ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞ് ഭദ്രയും ശീലും ക്ലാസ്സിലേക്ക് പോയി. വർണ്ണ ഉച്ചവരെ ചെറിയമ്മ ചുറ്റിപ്പറ്റി നിന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയി. ദത്തൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വർണ്ണയ്ക്ക് കുറച്ച് ജോലി കൊടുത്തിരുന്നു. അതെല്ലാം ചെയ്ത് തീർത്ത് അവൾ കിടന്നുറങ്ങി. വൈകുന്നേരം ഭദ്രയും ശീലവും ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്നു. ദർശനെ സ്കൂൾ വിട്ട് വന്നിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. ദത്തൻ വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വിളക്ക് വെച്ച് കഴിഞ്ഞ് ത്രിമൂർത്തികൾ 3 ഹാളിൽ തന്നെ ഇരിക്കുമായിരുന്നു. കൂടെ ഹാളിൽ മുത്തശ്ശിയും അമ്മയും ചെറിയമ്മയും ദർശനയും മാലതിയും ഒക്കെ ഉണ്ട്. മേരാ പ്യാർ ദേവേട്ടാ. ദത്തൻ്റെ കാർ മുന്നോട്ട് വന്നു നിന്നതും ഭദ്ര ഓടി. മേരെ ജാൻ ദത്ത. പിന്നാലെ പറഞ്ഞോട് മേരെ ബഹോവത് ദേവേട്ടാ. അവസാനമായി ശീലു ഓടി. ഈ പിള്ളേർ ഒരു കാര്യം. അവർ പോകുന്നു നോക്കി ചെറിയമ്മ ചിരിയോടെ പറഞ്ഞു. ദത്തൻ്റെ കയ്യിൽ തൂങ്ങി 3 അകത്തേക്ക് വന്നു. അവരുടെ പിന്നിലായി പാർവതിയും. അവളെ കണ്ടതും ദത്തൻ്റെ അമ്മ വന്ന് അവളുടെ കയ്യിലുള്ള ബാഗും മറ്റും വാങ്ങി നേരെ റൂമിലേക്ക് നടന്നു. അത് കണ്ട് ശീലു മുഖം ചൊളിച്ചുകൊണ്ട് വന്ന് ചെറിയമ്മ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും എൻ്റെ കുട്ടിയുടെ മുഖം മങ്ങിയ. ചെറിയമ്മ അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ അമ്മയുടെ മേലിൽ നിന്ന് കൈയ്യെടുക്കടി, ഇതെൻ്റെ അമ്മയാ. ഭദ്ര പറഞ്ഞു. നീ പോടി, ഇതെൻ്റെ അമ്മയാ. അധികം വൈകാതെ അവിടെ അടി തുടങ്ങിയ ദത്തൻ റൂമിലേക്ക് പോയി. അവന് പിന്നാലെ പറഞ്ഞു. നീ പറഞ്ഞ പോലെ ഞാൻ നന്നായി ജോലി ചെയ്തു ദത്ത. കാരണം അവൻ്റെ കയ്യിൽ തൂങ്ങി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആണോ? എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. ദത്തൻ റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ബെഡിൽ 2 ബാഗിലായി ഡ്രസ്സുകളും മറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ ദത്ത എൻ്റെയും നിൻ്റെയും ഡ്രസ്സുകൾ വേറെ വേറെ ബാഗിലാക്കാൻ പറഞ്ഞേ? അവൾ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട് കുഞ്ഞെ, ആദ്യം പോയി ഞാൻ ഒന്ന് കുളിക്കട്ടെ. ദത്തൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. ഇനി ഒരു പാട്ടില്ല കേട്ടോ, ഇനി നാളെയാണ്. എനിക്ക് ചുമക്കാൻ വന്നിട്ട് വയ്യ, അതുകൊണ്ട് നാളെ 8 ഇനി പാട്ടുള്ളൂ. ബൈ, താങ്ക് യു.